28/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പാസ് വിത്ത് ഓണർ ആകണമെങ്കിൽ ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. കുസംഗത്തിൽ നിന്നും മായയുടെ കൊടുങ്കാറ്റുകളിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കൂ. ചോദ്യം: ബാബ കുട്ടികളുടെ എന്ത് സേവനം ചെയ്തു അത് കുട്ടികളും ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: ബാബ ഓമന സന്താനങ്ങളെ എന്ന് വിളിച്ച് വജ്രതുല്യം ആക്കുന്നതിൻ്റെ സേവനം ചെയ്തു. ഇതേപോലെ കുട്ടികളായ നമുക്കും തൻ്റെ മധുരമായ സഹോദരങ്ങളെ വജ്രതുല്യം ആക്കേണ്ടതുണ്ട്. ഇതിൽ ഏതെങ്കിലും പ്രയാസമുള്ള കാര്യമില്ല. കേവലം പറയണം, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വജ്രതുല്യമായി മാറും. ചോദ്യം: ബാബ ഏതൊരു ആജ്ഞയാണ് തൻ്റെ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്? ഉത്തരം: കുട്ടികളെ, നിങ്ങൾ സത്യമായ സമ്പാദ്യം ഉണ്ടാക്കിക്കുകയും ചെയ്യൂ. നിങ്ങൾക്ക് ആരിൽ നിന്നും കടം വാങ്ങുവാനുള്ള ആജ്ഞയില്ല. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. പുതിയ ലോകത്തിൽ പോകുന്ന മധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബ ഗുഡ് മോർണിംഗ് പറയുകയാണ്. ആത്മീയ കുട്ടികൾ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് അറിയുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഈ ലോകത്തിൽ നിന്നും ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? തൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ. ശാന്തിധാമം തന്നെയാണ് ദൂരെയുള്ളത്. അവിടെ നിന്നും നമ്മൾ ആത്മാക്കൾ വരുന്നു. അത് മൂലവതനമാണ്, ഇത് സ്ഥൂലവതനമാണ്. അത് നമ്മൾ ആത്മാക്കളുടെ വീടാണ്. ആ വീട്ടിലേക്ക് ബാബയ്ക്കല്ലാതെ ആർക്കും കൊണ്ടുപോകുവാൻ സാധിക്കില്ല. നിങ്ങളെല്ലാ ബ്രാഹ്മണികളും ആത്മീയ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പഠിപ്പിച്ചത്? ദൂരെ കൊണ്ടുപോകുന്നവനായ ബാബ. എത്ര പേരെ ദൂരെ കൊണ്ടുപോകും? എണ്ണമറ്റവരെ. ഒരു വഴികാട്ടിയായവൻ്റെ കുട്ടികൾ, നിങ്ങളേവരും വഴികാട്ടികളാണ്. നിങ്ങളുടെ പേര് തന്നെ പാണ്ഡവസേന എന്നാണ്. കുട്ടികളായ നിങ്ങൾ ഓരോരുത്തർക്കും ദൂരെ കൊണ്ടുപോകുന്നതിനുള്ള യുക്തി പറഞ്ഞു കൊടുക്കുന്നു. മന്മനാഭവ, ബാബയെ ഓർമ്മിക്കൂ. ബാബ ഈ ലോകത്തിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോകൂ എന്ന് പറയുകയും ചെയ്യുന്നു. പുതിയ ലോകത്തിൽ ഇങ്ങനെ പറയുകയില്ല. ഇതാണ് രാവണ രാജ്യം. അപ്പോൾ പറയുന്നു, ഇതിൽ നിന്നും ദൂരെ കൊണ്ടുപോകൂ. ഇവിടെ സ്വസ്ഥതയില്ല. ഇതിൻ്റെ പേര് തന്നെ ദുഃഖധാമം എന്നാണ്. ഇപ്പോൾ ബാബ നിങ്ങളെ ഏതെങ്കിലും തിക്കും തിരക്കും കൊള്ളിക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ ബാബയെ അന്വേഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എത്ര തിക്കും തിരക്കും കൊണ്ടു? ബാബ സ്വയം പറയുന്നു, ഞാൻ ഗുപ്തമാണ്. ഈ കണ്ണുകൾ കൊണ്ട് ആർക്കും എന്നെ കാണുവാൻ സാധിക്കില്ല. കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ശിരസ് നമിക്കുന്നതിന് വേണ്ടി മെതിയടി വയ്ക്കുന്നു. നിങ്ങൾക്ക് ശിരസ് നമിക്കാൻ തക്കവണ്ണം എനിക്ക് പാദങ്ങളില്ല. നിങ്ങളോട് കേവലം പറയുന്നു, ഓമന സന്താനങ്ങളെ, നിങ്ങളും മറ്റുള്ളവരോട് പറയുന്നു, മധുരമായ സഹോദരന്മാരെ, പാരലൗകിക പിതാവിനെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും. ഇത്രമാത്രം, മറ്റൊരു പ്രയാസവും ഇല്ല. ബാബ വജ്രതുല്യം ആക്കുന്നത് പോലെ കുട്ടികളും മറ്റുള്ളവരെ വജ്രതുല്യം ആക്കുന്നു. മനുഷ്യരെ എങ്ങനെ വജ്രതുല്യമാക്കാം എന്നത് പഠിക്കണം. ഡ്രാമയനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ കൽപ്പകൽപ്പങ്ങളുടെ സംഗമത്തിൽ ബാബ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ബാബ വജ്രതുല്യം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഖോജ വംശത്തിലുള്ളവരുടെ ഗുരുവായ ആഗാഖാനെ സ്വർണവും വെള്ളിയും
വജ്രങ്ങളും കൊണ്ട് തൂക്കുമായിരുന്നു. നെഹ്റുവിനെ സ്വർണത്തിൽ തുലാഭാരം നടത്തിയല്ലോ. ഇപ്പോൾ അതൊന്നും വജ്രതുല്യം ആക്കിയിരുന്നില്ല. ബാബ നിങ്ങളെ വജ്രതുല്യമാക്കുന്നു. ആ ഒന്നിനെ നിങ്ങൾ ഏതൊന്നിൽ തുലാഭാരം നടത്തും? നിങ്ങൾ വജ്രങ്ങളും മറ്റും എന്ത് ചെയ്യുവാനാണ്? നിങ്ങൾക്ക് ആവശ്യമേയില്ല. അവരാണെങ്കിൽ റേസിലും മറ്റും ധാരാളം പൈസ ചിലവഴിക്കുന്നു. കെട്ടിടവും പ്രോപ്പർട്ടിയും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായി നിങ്ങളാണെങ്കിൽ സത്യമായ സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയാൽ പിന്നെ 21 ജന്മത്തേക്ക് നിറച്ച് നൽകേണ്ടി വരും. നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും കടം വാങ്ങാനുള്ള ആജ്ഞയില്ല. നിങ്ങൾക്കറിയാം, ഈ സമയത്ത് അസത്യമായ സമ്പാദ്യമാണ്. അത് ഇല്ലാതാകാൻ പോകുന്ന ഒന്നാണ്. ബാബ കണ്ടിട്ടുണ്ട്, ഇത് കവടികളാണ്. നമുക്ക് വജ്രങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ പിന്നെ ഈ കവടികൾ കൊണ്ട് എന്തു ചെയ്യുവാനാണ്? എന്തുകൊണ്ട് ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൂടാ? ഭക്ഷണം ലഭിക്കുക തന്നെ വേണം. ഒരു ചൊല്ലും ഇങ്ങനെയുണ്ട്: ആരുടെ കൈ ഇങ്ങനെയാണോ ആദ്യത്തെ നമ്പർ അവർ നേടുന്നു. ബാബയെ പണം ഇടപാടുകാരൻ എന്നും പറയുന്നുവല്ലോ. ബാബ പറയുന്നു, നിങ്ങളുടെ പഴയ വസ്തുക്കൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പഴയ വസ്തുക്കൾ കർണിഖോറിന് നൽകുന്നുവല്ലോ. ബാബ പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്നും വാങ്ങുന്നത് എന്താണ്? ഈ സാമ്പിൾ നോക്കൂ. ദ്രൗപദിയും ഒരാൾ ആയിരുന്നില്ലല്ലോ. നിങ്ങളെല്ലാം ദ്രൗപദിമാരാണ്. വളരെ പേർ വിളിക്കുന്നു, ബാബ നമ്മളെ നഗ്നമാകുന്നതിൽ നിന്നും രക്ഷിക്കൂ. ബാബ എത്ര സ്നേഹത്തോടെ മനസ്സിലാക്കിക്കുന്നു. കുട്ടികളെ, ഈ അന്തിമ ജന്മം പവിത്രമാകൂ. ബാബ പറയുന്നുവല്ലോ, കുട്ടികളെ, എൻ്റെ താടിയുടെ മാനം കാക്കൂ. കുലത്തിന് കളങ്കമുണ്ടാക്കാതിരിക്കൂ. മധുരമധുരമായ കുട്ടികളായ നിങ്ങൾക്ക് എത്ര ലഹരി ഉണ്ടാകേണ്ടതാണ്. ബാബ നിങ്ങളെ വജ്രതുല്യമാക്കുന്നു. ഈ ഒന്നിനെയും ആ ബാബ വജ്രതുല്യമാക്കുന്നു. ഓർമ്മിക്കേണ്ടത് ആ ഒന്നിനെയാണ്. ഈ ബ്രഹ്മബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാവുകയില്ല. ഞാൻ നിങ്ങളുടെ ഗുരുവല്ല. ആ ഒന്ന് എന്നെ പഠിപ്പിക്കുന്നു, ഞാൻ പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു. വജ്രതുല്യം ആകണമെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഭക്തിമാർഗത്തിൽ ഏതെങ്കിലും ദേവതയുടെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ബുദ്ധി കടയുടെയും തൊഴിലിൻ്റെയും നേർക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. കാരണം അതിലൂടെ വരുമാനമുണ്ടാകുന്നു. ബാബ തൻ്റെ അനുഭവവും കേൾപ്പിക്കുന്നു. എപ്പോഴാണോ ബുദ്ധി അവിടെയും ഇവിടെയും ഓടുമായിരുന്നത്, അപ്പോൾ സ്വയം തന്നെ ചമ്മട്ടി കൊണ്ടടിക്കുമായിരുന്നു. ഈ ഓർമ്മ എന്തുകൊണ്ട് വരുന്നു? ഇപ്പോൾ നമ്മൾ ആത്മാക്കൾക്ക് ഒരു ബാബയെ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ മായ അടിക്കടി മറപ്പിക്കുന്നു, ഇടിക്കുന്നു. മായ ബുദ്ധിയോഗം വേർപെടുത്തുന്നു. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ തൻ്റെ മംഗളം ചെയ്യൂ, മറ്റുള്ളവരുടെയും മംഗളം ചെയ്യൂ, സെൻറ്റേഴ്സ് തുറക്കൂ. ധാരാളം കുട്ടികൾ ഇങ്ങനെ പറയുന്നു, ബാബ ഇന്ന സ്ഥാനത്ത് സെൻറ്റർ തുറക്കട്ടെ. ബാബ പറയുന്നു, ഞാൻ ദാതാവാണ്, എനിക്ക് യാതൊന്നും ആവശ്യമില്ല. ഈ കെട്ടിടവും മറ്റും കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഉണ്ടാക്കുന്നത്. ശിവ് ബാബ നിങ്ങളെ വജ്രതുല്യമാക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ അത് നിങ്ങൾക്ക് തന്നെയാണ് ഉപയോഗത്തിൽ വരുന്നത്. ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനായി ഇത് ഗുരു ഒന്നുമല്ല. കെട്ടിടങ്ങൾ കുട്ടികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്, തങ്ങൾക്ക് വസിക്കുന്നതിനു വേണ്ടി. പിന്നെ നിർമ്മിക്കുന്നവർ വരുമ്പോൾ ആതിഥ്യം അരുളുന്നു.
താങ്കൾ പോയി പുതിയ കെട്ടിടത്തിൽ മുകളിൽ താമസിക്കൂ എന്ന്. ചിലരാണെങ്കിൽ പറയുന്നു, നമ്മൾ പുതിയ കെട്ടിടത്തിൽ എന്തിന് താമസിക്കണം, നമുക്ക് പഴയത് തന്നെയാണ് നല്ലതായി തോന്നുന്നത്. താങ്കൾ കഴിയുന്നത് പോലെ നമ്മളും കഴിയും. ഞാൻ നൽകുന്നവനാണ് എന്ന അഹങ്കാരമൊന്നും നമുക്കില്ല. ബാബ്ദാദ തന്നെ വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനു വസിക്കണം? നമ്മളെയും നിങ്ങളുടെ കൂടെ വയ്ക്കൂ. എത്രത്തോളം താങ്കളുടെ അടുത്തായിരിക്കുമോ അത്രയും നല്ലത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അപ്പോൾ സുഖധാമത്തിൽ ഉയർന്ന പദവി നേടും. സ്വർഗത്തിൽ എല്ലാവരും പോകുമല്ലോ. ഭാരതവാസികൾ അറിയുന്നുണ്ട്, ഭാരതം പുണ്യ ആത്മാക്കളുടെ ലോകമായിരുന്നു. പാപത്തിൻ്റെ പേരേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ പാപാത്മാവായിരിക്കുകയാണ്. ഇത് രാവണ രാജ്യമാണ്. സത്യയുഗത്തിൽ രാവണനില്ല. രാവണ രാജ്യം ഉണ്ടായിരിക്കുന്നത് തന്നെ പകുതി കൽപ്പത്തിനു ശേഷമാണ്. ബാബ ഇത്രയും മനസ്സിലാക്കിക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ നടന്നു വന്നു. പുതിയ കാര്യമല്ല. നിങ്ങൾ എക്സിബിഷനുകൾ നടത്തുന്നു. എത്ര അനേകം പേർ വരുന്നു. പ്രജയും ധാരാളം ഉണ്ടാകും. വജ്രതുല്യം ആകുന്നതിന് ടൈം എടുക്കുന്നു. പ്രജയായി മാറുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇപ്പോൾ വിധി നിർണയത്തിൻ്റെ സമയമാണ്. എല്ലാവരുടെയും കണക്കുകൾ സമാപ്തമാകുന്നു. 8ന്റെ മാല ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പാസ് വിത്ത് ഓണർ ആയവരുടേതാണ്. 8 മുത്തുകൾ തന്നെയാണ് നമ്പർ 1ൽ പോകുന്നത്. അവർക്ക് അല്പം പോലും ശിക്ഷ ലഭിക്കുന്നില്ല. കർമാതീത അവസ്ഥ നേടുന്നു. പിന്നെയുള്ളതാണ് 108 നമ്പർ വൈസ് എന്ന് പറയുമല്ലോ. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അനാദിയായ ഡ്രാമയാണ്. അതിനെ സാക്ഷിയായി നോക്കുന്നു. ആരാണ് നന്നായി പുരുഷാർത്ഥം ചെയ്യുന്നത്? ചില കുട്ടികൾ പിന്നീടാണ് വന്നിരിക്കുന്നത്. ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ശ്രീമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമെങ്കിൽ പാസ് വിത്ത് ഓണറായി 8ന്റെ മാലയിൽ വരാൻ സാധിക്കും. പിന്നെ നടന്ന് ചിലപ്പോൾ ഗ്രഹപ്പിഴയും വന്നു ചേരുന്നു. ഈ ഇറക്കവും കയറ്റവും എല്ലാവരുടെയും മുന്നിൽ വരുന്നു. ഇത് സമ്പാദ്യമാണ്. ചിലപ്പോൾ വളരെയധികം സന്തോഷത്തിലിരിക്കും, ചിലപ്പോൾ കുറവാണ്. മായയുടെ കൊടുങ്കാറ്റ് അഥവാ കുസംഗം പിന്നിലേക്ക് മാറ്റുന്നു. സന്തോഷം മറഞ്ഞു പോകുന്നു. നല്ല കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും, മോശമായ കൂട്ടുകെട്ട് മുക്കി താഴ്ത്തും എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ രാവണൻ്റെ കൂട്ട് മുക്കി താഴ്ത്തും, രാമൻ്റേത് അക്കരെ എത്തിക്കും. രാവണൻ്റെ മതത്തിലൂടെയാണ് ഇങ്ങനെയായത്. ദേവതമാരും വാമമാർഗത്തിൽ പോകുന്നു. അവരുടെ എങ്ങനെയുള്ള മോശമായ ചിത്രങ്ങൾ കാണിക്കുന്നു. ഇത് വാമമാർഗത്തിൽ പോകുന്നതിൻ്റെ അടയാളമാണ്. ഭാരതത്തിൽ തന്നെയാണ് രാമരാജ്യം ഉണ്ടായിരുന്നത്. ഭാരതത്തിൽ തന്നെയാണ് ഇപ്പോൾ രാവണ രാജ്യം ഉള്ളത്. രാവണ രാജ്യത്തിൽ 100% ദുഃഖിയായി മാറുന്നു. ഇത് കളിയാണ്. ഈ നോളജ് ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് എത്ര സഹജമാണ്. ഒരു നേഴ്സ് ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ബാബ ഈ പുത്രിയോട് പറയുന്നു, നിങ്ങൾ നേഴ്സാണ്, ആ സർവീസും ചെയ്തുകൊണ്ടിരിക്കൂ. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ സർവീസും ചെയ്യാൻ സാധിക്കും. പേഷ്യൻറ്റിനെയും ഈ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. പിന്നെ 21 ജന്മത്തേക്ക് നിങ്ങൾ രോഗി ആവുകയില്ല. യോഗത്തിലൂടെ ഹെൽത്തും ഈ 84ന്റെ ചക്രത്തെ അറിയുന്നതിലൂടെ വെൽത്തും ലഭിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം സർവീസ് ചെയ്യുവാൻ സാധിക്കും. വളരെ പേരുടെ മംഗളം ചെയ്യും. പൈസയും എന്താണോ ലഭിക്കുന്നത് അത് ഈ ആത്മീയ സേവനത്തിൽ വിനിയോഗിക്കും. വാസ്തവത്തിൽ നിങ്ങളെല്ലാവരും നേഴ്സാണല്ലോ. മോശവും മലിനവുമായ മനുഷ്യരെ ദേവതയാക്കുക എന്നത് നേഴ്സിന് സമാനമായ ജോലിയായല്ലോ. ബാബയും പറയുന്നു, എന്നെ പതീത മനുഷ്യർ വിളിക്കുന്നു,
വന്ന് പാവനമാക്കൂ. നിങ്ങളും രോഗികളുടെ ഈ സേവനം ചെയ്യൂ. നിങ്ങളിൽ ബലിയർപ്പണമാകും. നിങ്ങളിലൂടെ സാക്ഷാത്കാരവും ഉണ്ടായേക്കാം. അഥവാ യോഗയുക്തമാണെങ്കിൽ വലിയ വലിയ സർജനും മറ്റുമെല്ലാം വന്ന് നിങ്ങളുടെ ചരണങ്ങളിൽ വീഴും. നിങ്ങൾ ചെയ്തു നോക്കൂ. ഇവിടെ മേഘങ്ങൾ റിഫ്രഷ് ആകുവാൻ വരുന്നു. പിന്നെ പോയി മഴ പൊഴിച്ച് മറ്റുള്ളവരെ റിഫ്രഷ് ചെയ്യും. ചില കുട്ടികൾക്ക് മഴ എവിടെ നിന്നും വരുന്നു എന്നതുപോലും അറിയില്ല. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ദ്രധനുസ് എന്ന് പറയുന്നുവല്ലോ. ശാസ്ത്രങ്ങളിൽ എത്ര കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ബാബ പറയുന്നു, ഡ്രാമയിൽ എന്ത് അടങ്ങിയിട്ടുണ്ടോ ഇത് വീണ്ടും ഉണ്ടാകും. ഞാൻ ആരുടെയും അപകീർത്തി ചെയ്യുന്നില്ല. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അനാദിയായ ഡ്രാമയാണ്. ഇത് ഭക്തിമാർഗമാണ് എന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പറയുകയും ചെയ്യുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ഈ പഴയ ലോകത്തോട് വൈരാഗ്യമാണ്. താങ്കൾ മരിച്ചാൽ ലോകം മരിച്ചു. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടുവെങ്കിൽ ലോകമേ ഇല്ലാതായി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, പഠനത്തിൽ അലംഭാവം കാണിക്കരുത്. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. ചില ബാരിസ്റ്റർ ആണെങ്കിൽ 1,00,000 രൂപ സമ്പാദിക്കുന്നു. ചില ബാരിസ്റ്ററിന് ധരിക്കുന്നതിന് വേണ്ടി കോട്ട് പോലും കാണില്ല. പഠനത്തിന്മേലാണ് മുഴുവൻ ആധാരവും. ഈ പഠനമാണെങ്കിൽ വളരെ സഹജമാണ്. സ്വദർശന ചക്രധാരിയാകണം. അതായത് തൻ്റെ 84 ജന്മങ്ങളുടെ ആദി മധ്യ അന്ത്യത്തെ അറിയണം. ഇപ്പോൾ ഈ മുഴുവൻ വൃക്ഷത്തിൻ്റെയും ജീർണിച്ച അവസ്ഥയാണ്. ഫൗണ്ടേഷൻ ഇല്ല. ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുകയാണ്. അതേപോലെ ഈ ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. തായ്തടി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇല്ല. ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവും ആയിരിക്കുകയാണ്. മനുഷ്യന് ആർക്കും സദ്ഗതി നൽകാൻ സാധിക്കില്ല. ബാബയിരുന്ന് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ സദാകാലത്തേക്ക് സുഖിയായി മാറുന്നു. ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകില്ല. ഇന്നയാൾ മരിച്ചു എന്ന വാക്ക് അവിടെ ഉണ്ടായിരിക്കില്ല. ബാബ നിർദ്ദേശം നൽകുന്നു. വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളിൽ ബലിയർപ്പണമാകും. ചിലർക്ക് സാക്ഷാത്കാരവും ഉണ്ടായേക്കാം. സാക്ഷാത്കാരം കേവലം എയിം ഓബ്ജക്റ്റാണ്. അതിനു വേണ്ടി പഠിക്കേണ്ടി വരുമല്ലോ. പഠിക്കാതെ ബാരിസ്റ്ററായി മാറുകയൊന്നുമില്ല. സാക്ഷാത്കാരമുണ്ടായി എന്നാൽ മുക്തമായി എന്നല്ല. മീരയ്ക്ക് സാക്ഷാത്കാരമുണ്ടായി, കൃഷ്ണപുരിയിലേക്ക് പോയി എന്നല്ല. നൗദാ ഭക്തി ചെയ്യുന്നതിലൂടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇവിടെ പിന്നെ നൗദ ഓർമ്മയാണ്. സന്യാസിമാർ പിന്നെ ബ്രഹ്മജ്ഞാനിയും തത്വജ്ഞാനിയുമാകുന്നു. ബ്രഹ്മത്തിൽ ലയിക്കണം, ഇത്രമാത്രം. ഇപ്പോൾ ബ്രഹ്മം പരമാത്മാവല്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, തൻ്റെ തൊഴിലും മറ്റും ശരീര നിർവഹണത്തിന് വേണ്ടി ചെയ്തുകൊള്ളൂ. എന്നാൽ സ്വയം ട്രസ്റ്റിയായി മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും. പിന്നെ മമത്വം ഇല്ലാതാകും. ഇത് ബാബ വാങ്ങി എന്തു ചെയ്യുവാനാണ്? ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചുവല്ലോ. വീടോ കൊട്ടാരമോ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. ഈ കെട്ടിടം നിർമ്മിക്കുന്നു. കാരണം അനേകം കുട്ടികൾ വരും. ആബു റോഡ് മുതൽ ഇവിടം വരെ ക്യൂ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ പ്രഭാവം വരികയാണെങ്കിൽ ശിരസ് തന്നെ കേടാക്കിയനെ. വലിയൊരു വ്യക്തി വരികയാണെങ്കിൽ ജനത്തിരക്കുണ്ടാകുന്നു. നിങ്ങളുടെ പ്രഭാവം അവസാനമാണ് വരേണ്ടത്, ഇപ്പോഴല്ല. ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. അതിലൂടെ പാപം ഇല്ലാതാകട്ടെ. ഇങ്ങനെ ഓർമ്മയിൽ ശരീരം ഉപേക്ഷിക്കണം. സത്യയുഗത്തിൽ ശരീരം ഉപേക്ഷിക്കും. ഒരു ശരീരം ഉപേക്ഷിച്ച് പുതിയ മറ്റൊന്നെടുക്കും എന്ന് മനസ്സിലാക്കും.
ഇവിടെയാണെങ്കിൽ എത്ര ദേഹാഭിമാനമുണ്ട്, വ്യത്യാസമുണ്ടല്ലോ. ഈ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യണം, ചെയ്യിക്കുകയും വേണം. മറ്റുള്ളവരെയും തനിക്ക് സമാനം വജ്രതുല്യം ആക്കേണ്ടി വരും. എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ഇത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് ഏതെങ്കിലും സന്യാസിയോ മഹാത്മാവോ അല്ല. ഈ ജ്ഞാനം വളരെ രസകരമാണ്. ഇതിനെ നല്ല രീതിയിൽ ധാരണ ചെയ്യേണ്ടതുണ്ട്. ബാബയിൽ നിന്നും കേട്ടു, പിന്നെ ഇവിടെയുള്ളത് ഇവിടെ തന്നെ അവശേഷിച്ചു എന്നാകരുത്. ഗീതത്തിലും കേട്ടുവല്ലോ, കൂടെ കൊണ്ടുപോകൂ എന്ന് പറയുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, അതിനാൽ മനസ്സിലാക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പഠനത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കരുത്. സ്വദർശന ചക്രധാരിയായി ഇരിക്കണം. വജ്രതുല്യം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. സത്യമായ സമ്പാദ്യം ഉണ്ടാക്കിക്കുകയും വേണം. തൻ്റെ പഴയ എല്ലാ വസ്തുക്കളും എക്സ്ചേഞ്ച് ചെയ്യണം. കുസംഗത്തിൽ നിന്നും, അതായത് മോശമായ കൂട്ടുകെട്ടിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കണം. വരദാനം: ലോകത്തിൻ്റെ പ്രകാശമായി ഭക്തരെ ദൃഷ്ടിയിലൂടെ തൃപ്തരാക്കുന്ന ദർശനീയ മൂർത്തിയായി ഭവിക്കട്ടെ. മുഴുവൻ വിശ്വവും ലോകത്തിൻ്റെ കണ്ണുകളായ താങ്കളുടെ ദൃഷ്ടി എടുക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. എപ്പോഴാണോ ലോകത്തിൻ്റെ പ്രകാശമായ താങ്കൾ തൻ്റെ സമ്പൂർണ്ണ സ്റ്റേജിൽ എത്തിച്ചേരുന്നത്, അതായത് സമ്പൂർണതയുടെ കണ്ണുകൾ തുറക്കുന്നത്, അപ്പോൾ സെക്കൻഡിൽ വിശ്വപരിവർത്തനം ഉണ്ടാകും. പിന്നെ ദർശനീയ മൂർത്തിയായ ആത്മാക്കളായ നിങ്ങൾക്ക് തൻ്റെ ദൃഷ്ടിയിലൂടെ ഭക്ത ആത്മാക്കളെ തൃപ്തരാക്കുവാൻ സാധിക്കും. ദൃഷ്ടിയിലൂടെ തൃപ്തരാകുന്നവരുടേത് നീണ്ട ക്യൂ ആണ്. അതിനാൽ സമ്പൂർണതയുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ. കണ്ണുകൾ തിരുമുന്നതും സങ്കല്പങ്ങളുടെ ശ്വാസമുട്ടലും ഉറക്കം തൂങ്ങലും അവസാനിപ്പിക്കൂ. അപ്പോൾ ദർശനീയ മൂർത്തിയായി മാറുവാൻ സാധിക്കും. സ്ലോഗൻ: നിർമ്മല സ്വഭാവം വിനയത്തിൻ്റെ അടയാളമാണ്. നിർമ്മലമാകൂ, അപ്പോൾ സഫലത ലഭിക്കും. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നതിനായി മന്മനാഭവയുടെ മന്ത്രം സദാ സ്മൃതിയിൽ വയ്ക്കൂ. മന്മനാഭവയുടെ മന്ത്രത്തിൻ്റെ പ്രാക്ടിക്കൽ ധാരണയിലൂടെ ആദ്യ നമ്പറിൽ വരാൻ സാധിക്കും. മനസ്സിൻ്റെ ഏകാഗ്രത എന്നാൽ ഒന്നിൻ്റെ ഓർമ്മയിലിരിക്കുക, ഏകാഗ്രമാവുക. ഇത് തന്നെയാണ് ഏകാന്തത. എപ്പോഴാണോ സർവ ആകർഷണങ്ങളുടെയും വൈബ്രേഷനിൽ നിന്നും അന്തർമുഖരാകുന്നത്, അപ്പോൾ മനസ്സിലൂടെ മുഴുവൻ വിശ്വത്തിനും സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യുവാൻ സാധിക്കും. ഓം ശാന്തി. ഒരു സെക്കൻഡിൽ ഞാൻ എൻ്റെ നിജവും അവിനാശിയുമായ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. നിരാകാരനായ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയ്ക്കുള്ളിലാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡിൽ എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ അന്തിമ ലക്ഷ്യമായ അവ്യക്ത പരിസ്ഥാ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ
സൂക്ഷ്മ ആകാരി പരിസ്ഥ സ്വരൂപത്തിൽ പരിസ്ഥകളുടെ ലോകത്തിൽ അവ്യക്ത ബാപ്ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്ത് ആ ലൈറ്റും മൈറ്റും സ്വീകരിച്ച് വിശ്വമംഗളാർത്ഥം വിശ്വത്തിലേക്ക് സകാശ് നൽകുന്നു. വീണ്ടും ഒരു സെക്കൻഡിൽ സാകാര കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരമെടുത്ത് ഞാൻ കർമ്മയോഗിയാകുന്നു. വീണ്ടും ഒരു സെക്കൻഡിൽ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യും. ഒരു സെക്കൻഡിൽ സമ്പൂർണ്ണ ഫരിസ്താ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ സാകാരത്തിൽ കർമ്മയോഗിയായി സ്ഥിതി ചെയ്യുന്നു. ബുദ്ധിയുടെ ഈ ഡ്രിൽ എനിക്ക് എൻ്റെ സങ്കല്പശക്തിയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നേടിത്തരുന്നു. അതിലൂടെ സഹജമായി ഏകാഗ്രതയും ഏകരസ സ്ഥിതിയും ഞാൻ പ്രാപ്തമാക്കുന്നു. सबको दुआ तू दे तभी सबकी दुआएं पाएगा. सबको दुआ तू दे तभी सबकी दुआएं पाएगा. तू सद्गुणों की सुगंध से कांटों को फूल बनाएगा. तो सद्गुणों की सुगंध से कांटों को फूल बनाएगा. सुन मेरे मीठे बच्चे, सुन सुन मेरे मीठे बच्चे, सुन तो किरण है मैं प्रभात हूँ. तो किरण है मैं प्रभात हूँ. सब सुन सके मैं वो बात हूँ. सब सुन सके मैं वो बात हूँ. बदला कभी लेना नहीं, खुद को बदल कर दिखलाना. बदला कभी लेना नहीं, खुद को बदल कर दिखलाना. तेरा बुरा कोई करे उसको गले से लगाना. तेरा बुरा कोई
लगाना। तू भावना है मिलन की, तू भावना है मिलन की। मैं प्रेम की बरसात